I'm dreaming in dreams bigger than me, taking my time, giving to me. Paint my life. ഇതിനടുത്ത് കുറച്ച് എന്തെങ്കിലും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം. നമ്മുടെ ആവശ്യത്തിന് തകുന്ന മാതിരി. ആവശ്യത്തിന് സാമ്പാറിനാണല്ലോ അപ്പോൾ അതിന് ആദ്യം തന്നെ ഉപ്പ് അതൊക്കെ എല്ലാം ഉപ്പൊക്കെ ഇടണം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചിടാം. ഉപ്പ് സാമ്പാർ പൊടി എല്ലാമേ ആദ്യം ഇടണം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ജീരകം, സാമ്പാർ പൊടി, 2 തക്കാളി, പിന്നെ ഉള്ളി, ഇത് പുളിൻ്റെ ശകലം വന്നിട്ട് ചെറിയ എത്ര പൊന്ത് പുളിൻ്റെ അതിലിടണം. എന്നിട്ട് എല്ലാം കൂടി ചേർന്ന് ഒരു 4 വിസിൽ ഇത്ര തന്നെ. എന്നിട്ട് താളിക്കാൻ നേരത്ത് കുറച്ച് മധുരം, വെള്ളത്തിൻ്റെ ഒരു സാമ്പാർ തിളച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഇതാ തിളച്ചിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. സാമ്പാർ ടിഫന് ഉളവായിട്ടുള്ളതുണ്ട്. കടുക് കുറച്ച്, ജീരകം വെള്ളത്തിലിടണം, വെന്തയം ശകലം മതി. ഇത് സാമ്പാർ പൊടി, ശക്തി സാമ്പാർ പൊടി ശകലം താളിക്കുമ്പോൾ കുറച്ചിടണം. അതിലും കുറച്ചിടും. അപ്പോൾ താളിക്കുമ്പോൾ കുറച്ചിടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ടുണ്ടാവും. മല്ലിയില അങ്ങനെ എല്ലാം കൂടെ ഇടുമോ? താളിക്കുമ്പോൾ വെറുതെ ഇടണം. താളിച്ചിട്ട് സാമ്പാർ പൊടി ഇതിലിടുമ്പോഴാണ് അതിൻ്റെ നല്ല സ്മെല്ലാണ്. ഒന്നും വേണ്ട. ടിഫിന് നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് വന്നിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു സാമ്പാറാണിത്. നമ്മുടെ അടുത്ത് എന്ത് കഷ്ണങ്ങളുണ്ടോ അത് വെച്ച് കുറച്ചിടാൻ പാടുള്ള കഷ്ണം. വെറും ഉള്ളിയിട്ട് ചെയ്താലും നന്നായിട്ടുണ്ടാകും. അത്ര തന്നെ. ഇനി ഇതിലൊരു ശകലം മധുരം, വെള്ളത്തിൻ്റെ ഒരു പൊട്ട്, വെള്ളം കുറച്ച് ടേസ്റ്റ് കിട്ടും.